ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമായി തുടരുന്നു. രാഹുലിന്റെ പാലക്കാട് ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തി. കെയർടേക്കറുടെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ട ചുവന്ന പോളോ കാർ താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ബന്ധപ്പെട്ടില്ലെന്നും ചന്ദ്രൻ വ്യക്തമാക്കി. സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, എന്തൊക്കെയാണ് അന്വേഷണ പുരോഗതി? ഷമി, വ്യാപകമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ സംസ്ഥാനത്തും അതേപോലെ തന്നെ തമിഴ്നാടും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് രാഹുലിനെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നത്. പ്രധാനമായും നിലവിൽ ഇപ്പോൾ കെയർടേക്കർ, അതായത് രാഹുൽ താമസിച്ച ഫ്ലാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രാഹുലിനോടൊപ്പമുള്ള ആളുകൾ തന്നെയാണോ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്തത് എന്നത് അടക്കം അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനാലാണ് കെയർടേക്കറെ നിലവിൽ ഇന്നലെ രാത്രിയോടുകൂടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളൊക്കെ കെയർടേക്കറിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പ്രധാനമായും രാഹുൽ പാലക്കാട് നിന്നും രക്ഷപ്പെട്ടത് ഒരു ചുവന്ന പോളോ കാറിലാണ്. ആ കാറ് ഒരു യുവ നടിയുടേതാണ് എന്നും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ ഈ കാർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നത്. എന്നാൽ തൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ കാർ ഉണ്ടായിരുന്നില്ല എന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം താൻ ഈ കാർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് C ചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ പോലും ശക്തമായ രീതിയിൽ C ചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. പ്രധാനമായും C ചന്ദ്രൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സഹായം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിന്നും രക്ഷപ്പെടാൻ ഉണ്ടായോ എന്ന കാര്യമടക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. തമിഴ്നാട്ടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നത് എന്ന സൂചനയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് കോയമ്പത്തൂരും പൊള്ളാച്ചിയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമായി തുടരുന്നത്. മറ്റൊരു സംഘം ബാംഗ്ലൂരിൽ ഇന്നലെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ പോലീസ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് പോലീസിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഊർജിതമായി അന്വേഷണവും പരിശോധനകളും നടക്കുന്നത്. കൂടാതെ തന്നെ രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക എന്നതും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകളും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷമി.